ഹായ് ഫ്രണ്ട്സ്, ടൂറിട്ട് പോവാം. രാത്രി 12 മണി ഒരു ചെക്ക ഓടി പോവുക. അങ്ങനെ സൈക്കോ ഇത് കോടാല എടുത്ത് വന്ന് അവനടിച്ചു. ഇനി മേലെ അതിൻ്റെ അവൾ മേലെ കണ്ണ് വെക്കും. പ്രപ്പോസ് ചെയ്യോ അവനെ കൊള്ളും. ഞാൻ പറഞ്ഞത് സോറി സർ, ഇനി ഞാൻ പ്രപ്പോസ് ചെയ്യില്ല. നീ ഇതേ ഡയലോഗാ പറഞ്ഞത്. അങ്ങനെ അവനെ കൊന്നു കളഞ്ഞു. അങ്ങനെയിട്ട് കൊന്നു കളഞ്ഞ് അവനവിടുന്ന് പോയി. അങ്ങനെ ബോഡി ഇട്ടു. ഹീറോയിൻ അന്ന് പറയാം, ഹീറോ ഡാഡി ഓപ്പൺ ചെന്ന് ന്യൂസിൽ ഇന്ന് ഒരു മരണപ്പെട്ടു, ഇങ്ങനെ ഇവിടെ പാർക്കിൽ ഡെഡ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞു. ഇത് 5ാമത്തെ കൊലപാതകം. ആരെ കൊന്നതും അറിയില്ല. എന്തോ ഒരു സംഭവം. പ്രിയ അച്ഛ, അയ്യോ അമ്മ, പ്രിയ അമ്മ എന്നു വിളിക്കുന്നു. അച്ഛ വിളിക്കാം, എന്നും അമ്മ വിളിക്കുന്നു. അച്ഛ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. പ്രിയ അവിടെ, അവളിപ്പോൾ വരും, നിങ്ങൾ ടെൻഷൻ വേണ്ട. ശരി, ഓക്കെ. പ്രിയ കുളിച്ച് റെഡി ആയിട്ട് വന്നു. എന്തോ വെച്ചാ കോളേജിൽ പോകണ്ടേ? കോളേജിൽ പോവാ അച്ഛാ. ഡ്രസ്സ് ചേഞ്ച് ആക്കുക. ശരി അച്ഛാ. ഞാൻ ഹീറോ ഡ്രസ്സ് റെഡ് കളർ ചൂതിയിട്ട് വന്നു. എന്ത് പറ്റി ഡാഡി? പറഞ്ഞേക്ക്, എനിക്ക് കോളേജിൽ പോകണം. എന്നെ സൂക്ഷിക്കണം. പാർട്ടി അങ്ങനെ ഫ്രണ്ട് കൂടെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ രാത്രി ഒന്നും പോകാൻ പാടില്ല. ശരി അച്ഛാ. ഞാൻ ഹീറോയിൻ കോളേജിൽ ലേറ്റ് അയച്ചാ, ഞാൻ പോവാം. അങ്ങനെ ഹീറോയിൻ കോളേജിൽ വന്നു. അങ്ങനെ കോളേജിൽ ഹീറോയിൻ ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ടിനോട് പറയുന്നത്, ഇപ്പോൾ ആരടി ഫസ്റ്റ് ബ്രൈഡ്? പ്രൊഫസർ പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രൊഫസർ, ഹാൻസമായി ഒരു പ്രൊഫസർ അകത്ത് വന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, ഞാൻ തന്ന ടെസ്റ്റ് നിങ്ങൾ എഴുതിയോ? ശരി, എഴുതി സർ. പ്രിയ എഴുതി കഴിഞ്ഞു? അയ്യോ സാർ, എന്നെ ചോദിക്കുകയാണല്ലോ. എല്ലാവരും എഴുതിയാണ്, ഹീറോയിൻ മാത്രം ഒന്നും എഴുതിയില്ല. സോറി സാർ, ഞാൻ അതില്ല. നാളെ നീ എഴുതി വരണം സർ. റോസ് അനു, നീ എഴുതി വരണം? ഇല്ല സർ. ശരി, 2 പേരും നാളെ എഴുതി വന്നില്ല, നിങ്ങൾക്ക് 2 പേർക്കും മാർക്കില്ല. അങ്ങനെ ഹീറോ മിരട്ട തുടങ്ങി. ഹീറോയിനെ നന്നായിട്ട് മിരട്ട തുടങ്ങി. എഴുതി വരണം എന്ന് പറഞ്ഞു. ഹീറോയി ഓക്കെ സർ, എഴുതി പറയും. സാറ് എന്നിങ്ങനെ മുറിക്കുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് ക്ലാസ് എടുത്തായിരുന്നു. ഹീറോയ്ക്ക് അങ്ങനെ നന്നായിട്ട് പഠിക്കായിരുന്നു. ഹീറോയി സ്കൂള്, അയ്യോ അച്ഛാ ക്ലാസ് വരുന്നു. ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നു. ഹീറോയി ജോലിയായിട്ട്. ഹീറോയിൻ്റെ അമ്മ, ശരി നീ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഡിന്നർ റെഡിയാണ്. ഡിന്നർ റെഡി. ഹീറോയിൻ ഡിന്നർ കഴിച്ചു കഴിഞ്ഞ് അച്ഛ പറയുന്നത്, പ്രിയ ഇങ്ങോട്ട് വാ, ഇത് പ്രിയൻ്റെ കൊടുക്കുന്ന ഹീറോയിൻ്റെ അമ്മേനോട് പറയാൻ തുടങ്ങി. ഹീറോയിൻ്റെ അമ്മ ഫോട്ടോ എടുത്തോട്ട് വന്ന്, ഫോട്ടോ എനിക്ക് മാരേജ് ആണ് അമ്മ, എനിക്ക് എന്നെ മാരേജ് പറഞ്ഞൊക്കെ. ചെക്കനെ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അച്ഛനെ നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഹീറോയിൻ മറട്ടെ. അച്ഛൻ ഓക്കെ അമ്മ പറഞ്ഞു. ഫോട്ടോ നോക്കി ഭാഗത്ത് വന്നു. ആരെ കഴിഞ്ഞ നോക്കുക, ആരാ ചെക്കൻ നോക്കി. ഹീറോയ്ക്ക് ഷോക്കായി, സന്തോഷമായി. ഓടി വന്നു. അമ്മ ഇനി എന്താ പറ്റി? മാരേജ് എനിക്ക് ഓക്കെയാണ്. ഫോട്ടോ അപ്പോൾ ഫോട്ടോ തരുന്നില്ല. പോവമ്മ. ഹീറോയി ഫോൺ ചെയ്ത് ഫ്രണ്ട് പറഞ്ഞു, ഹലോ എന്താ പറ്റിയടി? എനിക്ക് മാരേജാണടി മച്ചി, ഞാൻ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ചെക്കൻ, ഞാൻ ഓക്കെ പറഞ്ഞു. മാരേജ് കുറിച്ച് ഇത് എന്ത് ഷോക്കെ? ഫോട്ടോ അയക്കുക, ഞാൻ എനിക്ക് അയക്കാം, നീ ആലോചിച്ചിട്ട് എങ്ങനെയുണ്ട് പറയും മച്ചി. ഫോട്ടോ അങ്ങനെ പറഞ്ഞ് ഫോട്ടോ അയച്ചു. ഹീറോയുടെ ഫ്രണ്ട് ഫോട്ടോ നോക്കി ഷോക്കായി. ഇവനാ എടി മച്ചി, ഇവനൊക്കെ ഇത് ഓക്കെ അറിഞ്ഞ ഇവരാ എന്ന് ഷോക്കായി. പോടി അങ്ങനെ വരുന്നത്. രാവിലെ കുളിച്ച് ഫ്രഷ് റെഡിയായി നല്ല സുന്ദരമായിട്ട് വന്നു കോളേജിലേക്ക്. ഫസ്റ്റ് ടൈം ആറമ്മാണ് ക്ലാസ് എടുക്കുക വന്ന്. കോൾസ് പറയാൻ തുടങ്ങി. ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ സർ ഞാൻ കഴിഞ്ഞു എഴുതിയിട്ട്. ഹീറോയിൻ പറയാൻ തുടങ്ങി. ആറാം എന്താ വ്യത്യാസമായിട്ട് ഇവിടെ നോക്കുന്നത്? ആറും പറഞ്ഞു ടെസ്റ്റ് എഴുതിയായിരുന്നു. ഹീറോയിൻ നന്നായിട്ട് ടെസ്റ്റ് എഴുതിയാണ്. ശരി ഓക്കെ. ഇത് ആറും പറഞ്ഞു. ഈ റോസ് അല്ല അനു എഴുതി. ആറാം പറയാൻ തുടങ്ങി, ഇന്ന് ക്ലാസ് കഴിഞ്ഞു മക്കളെ, അതല്ല നാളെ ഞാൻ വരുമില്ല, മറ്റേ ഞാൻ വരുമില്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ജിൻസ് സാർ എടുക്കും. അത് ആറാം അടുത്ത് പോയി. ക്ലാസ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ടെൻഷൻ തുടങ്ങി. ജിൻസ് സാർ അങ്ങനെ ഡേസ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ആറാമല്ല ഇൻട്രസ്റ്റ് കൂടി പോരാ. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആറാം സാർ എന്ന് ആറാം പുറകെ നടക്കായിരുന്നു. ഹീറോയി ടോർച്ചർ ചെയ്യാറാവില്ല. ആറാമൊക്കെ ടെൻഷൻ തോന്നി, ഇവള് പഠിക്കുകയാണോ ഇല്ല സെറ്റടിക്കുകയാണോ. അവരായിട്ട് ഹീറോയ്ക്ക് മാരേജ് ഡേയ്സ് വന്നു. ഹീറോയിൻ വീട് സാഡായിരുന്നു. മാരേജ് ആയിരുന്നു ഹീറോയ്ക്ക്. കുറച്ച് സാഡ് ഉണ്ടായിരുന്നു ഹീറോയ്ക്ക്. എന്ന് മച്ചേ ഒന്നുമില്ലടി, എനിക്ക് മാരേജ്. നീ ചെക്കൻ്റെ ഫോട്ടോ നോക്കിയായിരുന്നല്ലേ? നോക്കിയായിരുന്നുടി. അങ്ങനെ ഹീറോയിൻ സാഡായിട്ട് പറയായിരുന്നു. മാരേജ് എന്തടി, എനിക്ക് ഓക്കെ ആണല്ലേ? ഓക്കെടി, മാരേജ് കഴിഞ്ഞാൽ നിന്നാലും മിസ് ചെയ്യാനുണ്ടല്ലോ മച്ചേ എന്ന് പറയാൻ തുടങ്ങി. ശരി ഓക്കെ. അങ്ങനെ മാരേജ് ഡേറ്റ് വന്നു. മാരേജിൽ അങ്ങനെ ഹീറോയിനെ കൊണ്ടുവന്നിരുത്തി. എന്നൊക്കെ മാരേജ് നടന്നു ഹീറോയ്ക്ക്. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു മാരേജ്. അങ്ങനെയായിട്ട് ഹീറോയിനെ പാലെടുത്തോണ്ട് വന്നു. അങ്ങനെ ഫോണിൽ ഒരാൾ സംസാരിച്ച് തന്നു. അങ്ങനെ പാലെടുത്തോണ്ട് ആറമ്മനെ വിളിക്കാതെ തുടങ്ങി. ആറം തിരിഞ്ഞു. എന്ത് പറ്റി? പാല് കൊടുന്നിട്ടുണ്ടോ? ശരി നീ കുടിച്ചോ, എനിക്ക് വേണ്ട പാല് എന്ന് ആറാം പറഞ്ഞ് ഇവിടുന്ന് പോകാൻ നോക്കി. നിങ്ങളെന്നിപ്പോൾ ടെൻഷൻ, ഇപ്പോൾ ഞാൻ നിങ്ങളെ വൈഫല്ലേ?
ശരി വൈഫാട്ട് പാലോട് ആറാൻ പറഞ്ഞു, നീ കുടിച്ചോ എന്ന് ആറാൻ പറഞ്ഞു. ഞാൻ ആറാൻ പോയിരുന്നു ഫോണിൽ സംസാരിക്കുന്നു. ശരിടാ ഞാൻ വരാമെന്ന് പറഞ്ഞു. ആറാൻ പറഞ്ഞു ഞാൻ രാവിലെ വരാം, ഇപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലേ. ആറാൻ പറഞ്ഞു ചെയ്തു. ആറാൻ പറയാൻ തുടങ്ങി, നീ പഠിക്കണം, നന്നായിട്ട് പഠിച്ച ശേഷം നമുക്കെല്ലാം നോക്കാൻ ആറാൻ പറഞ്ഞു. കിടന്നു ഉറങ്ങിക്കോന്ന്. ആറാൻ പോയിട്ട് കിടന്നു ഉറങ്ങാൻ പോയി. ഹീറോയ്ക്ക് ടെൻഷനാണ്. ഹീറോയ്ക്ക് ടെൻഷൻ തോന്നി. അങ്ങനെ രാത്രിയായി, ഉറങ്ങി രണ്ടുപേരും. രാവിലെ ആയി. ആറാൻ വിളിച്ചു, കുളിച്ച് ബ്രഷായിക്കോ. എന്താ, നമ്മൾ വീട്ടിലേക്ക് പോകണ്ടേ. ആറാൻ പറഞ്ഞു. ഇപ്പോൾ ഹീറോയിൻ്റെ വീട്ടിലാണ് ഉള്ളത് ആറാം. അങ്ങനെ ഹീറോയി വീട്ടിൽ പോകുമ്പോൾ അമ്മനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അമ്മ ശരി ഓക്കെ നീ പോയിട്ട് വാ. ആറാമ്മയുടെ വീട്ടിലേക്ക് വന്നു. അതെ, വീട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. വീട് ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആറാം പറയാൻ റൂം എടുത്തോ വന്ന്. ആറാം വേറെ റൂം ഗസ്റ്റ് റൂം കൊടുത്തു ഹീറോയ്ക്ക്. ഹീറോയ്ക്ക് കൺഫ്യൂസായി, എന്നീ ഗസ്റ്റ് റൂം. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു റൂമിലായിരിക്കുന്നത്. അതിൽ ഹസ്ബൻഡ് വൈഫ്. ഹസ്ബൻഡ് വൈഫ് തന്നെ. ഇപ്പോൾ രണ്ടുപേരും ഇരുന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയോ, നീ പഠിച്ചിട്ട് പിന്നെ നമുക്ക് നോക്കിക്കാളാം, ബേബിയുള്ള പ്ലാൻ പിന്നെ ചെയ്തോളാം ഹീറോയിനോട് പറഞ്ഞു. ശരി ഓക്കെ എന്ന് ഹീറോയി പറഞ്ഞ് അവിടെ പഠിക്കാൻ തുടങ്ങി. ഹീറോയി ഫസ്റ്റ് ഇയർ പഠിക്കാണ്. അങ്ങനെ ആറാം ക്രോപ്പ് ചെയ്തു. എല്ലാവർക്കും അറിയാം ഹീറോയി ആറാമിൻ്റെ വൈഫാണ്. ആറാമിനോട് പറഞ്ഞുമായിരുന്നു. അങ്ങനെ ഹീറോയി ഒരു ക്ലാസ് ഹീറോ ഇപ്പോൾ വേറെ കോളേജിൽ ഇങ്ങനെ ഹീറോയി ജോളിയായിട്ട് എൻജോയ് ചെയ്യുന്നു. പറത്തിങ്ങനെ ഹീറോയി ഫ്രണ്ടിനോട് പറയുന്നു, ഞങ്ങൾ പുറത്ത് പോയിട്ട് വരായിരുന്നു. ഹീറോയി പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങി, മച്ചി വേണ്ടടി, ആറാം സാർക്ക് അറിഞ്ഞ് പറയും. എടി ഇപ്പോഴല്ലടി, ഇപ്പോൾ പോകുന്നതല്ല, ഞാൻ പുറത്ത് പോകാൻ പോകുന്ന ആറാമിൻ്റെ കൂടെ, നീ വരുന്നുണ്ടോ? നീ നിൻ്റെ പറയണ്ട, ഞാൻ ജിന്നിൻ്റെ സാർക്കൂടെ വരാം. ഓ ഓ ഓൾറെഡി നിങ്ങൾക്ക് മാരേജ് ആയത് മറിച്ച് കള്ളി. എൻ്റെ റോസിനോട് അല്ല അനുവിൻ്റെ പറയാം. അനു പറയാൻ തുടങ്ങി, നീയും പറഞ്ഞത് മാരേജിൻ്റെ അപ്പം എനിക്ക് അറിഞ്ഞത്. ഓൾറെഡി അനുക്കോ ജിന്നിക്കും മാരേജായി. ജിന്നിൻ്റെ വൈഫാണ് അനു. ഞാൻ അനു ജിന്നു ആറും രണ്ടുപേരും കപ്പിൾസ് വന്നിരുന്നു. രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കുമായിരുന്നു. രണ്ടുപേരും ജ്യൂസ് കൊണ്ടുവരാൻ പോയായിരുന്നു വൈഫിക്ക്. ജിൻ പറയാൻ തുടങ്ങി, എന്താടാ എന്ത് പറ്റി? ഒന്നുമില്ലടാ, ടെൻഷനായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് ഒരു ചെക്കൻ വന്ന്, രണ്ട് ബോയ്സ് വന്നു. ഹീറോയിൻ്റെ അടുത്തും പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ടിനാണ്. ഹലോ ഹായ്, നിങ്ങൾ സിംഗിളാണ് കമ്മിറ്റഡാണോ?